പുതിയ ചെറുപ്പക്കാരുടെ ലോകം ഒന്ന് വേറെ തന്നെ. അവർ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല, ജീവിതഭാരം അറിയുന്നില്ല, അടിച്ചു പൊളിച്ചു കഴിയുന്നു. ജോലിയിൽ പോലും ആത്മാർത്ഥതയില്ല. ഇയർഫോണും വെച്ച് മൊബൈലിലേക്ക് തല കുമ്പിട്ടിരിക്കുന്ന കൂട്ടർ. ഇവരൊക്കെ നാളെ എങ്ങനെ ജീവിക്കുമോ എന്തോ. തലയിൽ നര കയറിയവരുടെ പതിവ് പരാതിയും ആശങ്കയുമൊക്കെയാണിത്. ഇപ്പോഴിതാ ജെൻസി വിഭാഗത്തിലുള്ളവരെ വേഗം ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ജെൻസി വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന പൂക്കീസിനെ മാനേജർമാർക്ക് ഇഷ്ടമില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 1997 2012 ഇടയിൽ ജനിച്ചവരെയാണ് ജെൻസി വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അവർ ജോലിയിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ ഇപ്പോഴും സമ്മിശ്രമായിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ കരിയർ പ്ലാറ്റ്ഫോമായ ഇന്റലിജന്റ് നടത്തിയ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജെൻസികളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് ഹിയറിംഗ് തന്ത്രങ്ങളിൽ പുനർവിചിന്തനം ചെയ്യാൻ മാനേജർമാരെ പ്രേരിപ്പിക്കുന്നതായി പറയപ്പെടുന്നു. ഏകദേശം 1000 ഹയറിംഗ് മാനേജർമാരെ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 6 തൊഴിലുടമകൾ ഒരാൾ ജെൻസികൾക്ക് നിയമനം നൽകാൻ മടിക്കുന്നതായി വെളിപ്പെടുത്തി. സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിച്ച ഇന്റലിജന്റ്.com നിന്നുള്ള സർവേയിൽ 60% തൊഴിലുടമകളും ഓൺ ബോർഡിംഗ് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജെൻസികളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പറയപ്പെടുന്നു. തൊഴിലുടമകളിൽ പകുതിയോളം പേർ ജെൻസികളെ ജോലിക്കെടുക്കുന്നതിൽ മടിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതേസമയം 46% പേർ പ്രൊഫഷണലിസത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1/5 കൂടുതൽ, അതായത് 21% പേർ അടുത്തിടെ ബിരുദം നേടിയവർക്ക് പലപ്പോഴും ജോലിഭാരം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെന്നും ഏകദേശം 20% പേർ ജോലി ആരംഭിക്കാൻ പലപ്പോഴും വൈകാറുണ്ടെന്നും പറയുന്നു. ജെൻസി ജീവനക്കാരെ നേരത്തെ പിരിച്ചുവിടുന്നതിന് നിരവധി കാരണങ്ങളാണ് തൊഴിലുടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രചോദനത്തിന്റെ അഭാവം, ആശയവിനിമയത്തിനുള്ള കഴിവില്ലായ്മ, പ്രൊഫഷണൽ അല്ലാത്ത പെരുമാറ്റം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മോശം ആശയവിനിമയം, ഫീഡ്ബാക്ക് സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അപര്യാപ്തമായ പ്രശ്ന പരിഹാര കഴിവുകൾ എന്നിവയും പിരിച്ചുവിടാനുള്ള കാരണങ്ങളിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോലിസ്ഥലത്തെ അനുചിതമായ വസ്ത്രധാരണം, വേഗം പ്രമോഷൻ ലഭിക്കണമെന്നുള്ളത് എന്നിവയാണ് മറ്റു കാരണങ്ങളായി ഇവർ പറയപ്പെടുന്നത്.